ചിലവ് വരുന്ന വളരെ അപൂർവമായിട്ട് ചെയ്യപ്പെടുന്ന ഒരു ശാക്തേയ പൂജാ സമ്പ്രദായമാണ് ചണ്ഡികാഹോമം. നിങ്ങൾക്ക് മൂകാംബികയിൽ പോയാൽ അവിടെ ക്ഷേത്രത്തിൽ ഇന്നും ചണ്ഡികാഹോമം നടക്കുന്നതായിട്ടും അവിടെ ദേവിയുടെ ഭാവം സ്വീകരിച്ചുകൊണ്ട് സ്ത്രീകളിരുന്ന് അവരെ ദേവിയുടെ വിവിധ ഭാവങ്ങളായിട്ട് കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട വസ്ത്രം, മറ്റ് സംഗതികളൊക്കെ അവരെ ചാർത്തി ദേവിയായിട്ട് കണ്ടുകൊണ്ട് തന്നെ പൂജിക്കുന്നതൊക്കെ നമുക്കവിടെ കാണാം. ഈ നാരീശക്തി എന്ന് പറയുന്നത്, സ്ത്രീ ശക്തി എന്ന് പറയുന്നത് ഭാരതം എത്രത്തോളം ബഹുമാനിച്ചിരുന്നു എന്നുള്ളതൊക്കെ ഈ നാരീപൂജ, ഈ ചണ്ഡികാ പൂജയിലൂടെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. കാരണം ജഗദംബ എന്ന് പറയുന്ന വാക്കിൽ ഈ ജഗത്ത് ഒരമ്മയാണ്. ഈ ലോകത്തിൻ്റെ സൃഷ്ടിയാണ് ഈ ജഗത്ത് എന്ന് പറയുന്നത്. ഈ ജഗത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത് എന്ന് പറയുന്ന സമയത്ത് ജഗത്ത് സ്ത്രീ തന്നെയാണ്, അല്ലെങ്കിൽ അമ്മ തന്നെയാണ്. ഈ ലോകത്ത് പുരുഷൻ എന്ന് പറയുന്ന സങ്കല്പം വാസ്തവത്തിൽ വളരെ ലോലമാണ്, അല്ലെങ്കിൽ പുരുഷൻ കൂടി സ്ത്രീയാണ് എന്നൊക്കെ നമുക്ക് ആത്മീയതയുടെ ഭാഷയിൽ പറയാൻ പറ്റും. സൃഷ്ടിക്കുന്നവൻ, സൃഷ്ടിക്കുന്നവൾ അമ്മയാണെങ്കിൽ പുരുഷനും സൃഷ്ടിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കിനിയും കൂടുതൽ ഡീപ്പായിട്ടുള്ള ചിന്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടുത്തെ ആണും പെണ്ണും ഒക്കെ സ്ത്രീ തന്നെയാണ്, സൃഷ്ടിക്കുന്നത് തന്നെയാണ്, ഈ ജഗദംബയുടെ ഭാഗമാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, പ്രപഞ്ചം ദേവിയാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇവിടെ അമ്മയാൽ സൃഷ്ടിക്കപ്പെട്ട അമ്മയായിട്ടുള്ള വിഭവങ്ങളെ സ്വീകരിച്ചു കൊണ്ടുവന്നിട്ട് മനസ്സിൽ മുഴുവൻ ആ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ്. എന്നെ അടക്കം ഞാൻ സമർപ്പിക്കുകയാണ്. എല്ലാ തത്വങ്ങളായിട്ട് ഞാൻ നിലനിൽക്കുമ്പോൾ അതിൽ ഓരോ തത്വമായിട്ട് ദേവിയുടെ മുമ്പിൽ സമർപ്പിച്ച് ഇനി ഒരിക്കലും തീ കൊണ്ടോ വാളുകൊണ്ടോ ഒന്നും നശിക്കാത്ത എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ള യഥാർത്ഥ ഞാൻ, ആ ചൈതന്യം, ആ ചൈതന്യത്തിലേക്ക് ഉള്ള യാത്രയാണ് വാസ്തവത്തിൽ എല്ലാ പൂജയിലും എന്നതുപോലെ ചണ്ഡികാഹോമത്തിലും നിർവഹിക്കപ്പെടുന്നത്. ഇപ്പോൾ ലോകമങ്ങിങ്ങോളം ചണ്ഡികാഹോമങ്ങൾക്കും ശാക്തേയ പൂജകൾക്കും വളരെയധികം സ്വാധീനം കിട്ടി വരുന്ന കാലമാണ്. സാധിക്കുമെങ്കിൽ എവിടെയെങ്കിലും ഒരു ചണ്ഡികാഹോമം നടക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മുടെ മനസ്സ് അർപ്പിച്ചുകൊണ്ട് അവിടേക്ക് വേണ്ട പൂജാദ്രവ്യങ്ങൾ കൊടുത്തുകൊണ്ട് ആ പൂജയുടെ ഒരു ഭാഗമായി തീരണം. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിയുടെ സകല സമ്പത്തിൻ്റെയും സകലതിൻ്റെയും ഉടമസ്ഥയായിട്ടുള്ള ആ ദേവിയുടെ ഒപ്പം നിന്നുകൊണ്ട് എല്ലാം നന്നായിട്ട് അനുഭവിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകണം. അതിന് ദേവീ സമ്പ്രദായം, ശാക്തേയ സമ്പ്രദായം വളരെ എളുപ്പത്തിൽ മനുഷ്യരെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയെ സഹായിക്കുന്നതാണ്. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ നിന്ന് ഭിന്നമല്ലല്ലോ. പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരം, അതുപോലെ ഒരുപാട് തത്വങ്ങളും ഒക്കെയായിട്ട് ജീവിക്കുന്ന പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും ഒക്കെയായിട്ട് ചലനാത്മകമായിട്ട് ജീവിക്കുന്ന ഈ മനുഷ്യ ശരീരത്തിനെ, ജീവസുറ്റ ഈ മനുഷ്യ ശരീരത്തിനെ വ്യവച്ഛേദിച്ച് പഠിച്ച് ഓരോ തത്വത്തിനും ഓരോ അവസ്ഥയ്ക്കും ഒരു ദേവതയുണ്ട് എന്നറിഞ്ഞ് അതാതിൻ്റെ തത്വമനുസരിച്ച് റെലവൻ്റായിട്ടുള്ള ചില സാധനങ്ങളിലൂടെ വലിയ പൂജാവിധാനങ്ങളുണ്ടാക്കി മന്ത്രസഹിതം തിരിച്ചറിഞ്ഞ് ഇത് ഞാൻ ദേവിക്ക് സമർപ്പിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ സമർപ്പണം ചെയ്ത് സ്വയം ഒരു കാലത്തും നശിക്കാത്ത ആ ചൈതന്യമായിട്ട്
മനുഷ്യൻ തീരുന്നതിൻ്റെ വലിയ ആവിഷ്കരണമാണ് ചണ്ഡികാഹോമം. ആ ചണ്ഡികാഹോമത്തിൽ പങ്കെടുത്ത് ദേവിയുടെ ശക്തിക്കും ദേവിയുടെ അനുഗ്രഹത്തിനും പാത്രമായി വിജയിച്ച് നമ്മൾ മുന്നോട്ട് പോകണം.